മുസ്ലിം ലീഗിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമിയും SDPയുമായി UDF കൂട്ടിച്ചേരുന്നു. ലീഗിനും ഇപ്പോൾ അവരോട് വല്ലാത്ത സ്നേഹമെന്ന വിമർശനം. മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ വിനാശകരമാണെന്ന് മുഖ്യമന്ത്രി. CPM മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചിരികയാണ്. ശിവദാസ്, വീണ്ടും ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? കടുത്ത രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെതിരെ ഇന്നും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് വർഗീയ ശക്തികളെ താലോലിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരാമർശം. പ്രത്യേകിച്ച് SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ മുസ്ലിം ലീഗ് താലോലിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ നാവായി മുസ്ലിം ലീഗ് മാറുന്നു. പല കാര്യങ്ങളും മുസ്ലിം ലീഗ് അവരുമായി ചർച്ച ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് UDF തന്നെ മറ്റ് കോൺഗ്രസിനെ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. കാരണം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം SDPI, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 4 വോട്ടിന് വേണ്ടി ആണ് ഇത്തരത്തിൽ ഈ രീതിയിൽ അവർ ചെയ്യുന്നത്. ഇത് പിന്നീട് വലിയ വിപത്തായി തീരും. ഭാവി അവർക്ക് തന്നെ തിരിച്ചടിയാകും. പിന്നീട് ഭാവിയിൽ ഈ കോൺഗ്രസിനെ അടക്കം വിഴുങ്ങുന്ന സംഘടനകളായി ഈ ഒരു വർഗീയ സംഘടനകൾ മാറും എന്ന് അദ്ദേഹം സൂചന നൽകി. CPMനെ സംബന്ധിച്ച് CPMന്റെ നിലപാട് വർഗീയ ശക്തികൾക്ക് എതിരായുള്ള നിലപാടാണ്. അത് ഇനിയും തുടരും. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ആ രീതിയിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് പിന്നീട് തിരിച്ചടിയാകും. SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുമായുള്ള വലിയ കൂട്ടുകെട്ടാണ്. അത് 4 വോട്ടിന് വേണ്ടി മാത്രമുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രമുള്ള കൂട്ടുകെട്ടാണ് അവർ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശിവദാസ് കർമ്മനമാണ് മലപ്പുറത്തിനും വിവരങ്ങൾ നൽകിയത്.